They won't give me a Nobel Peace Prize because they only give it to liberals. നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന് ട്രംപിന്റെ ഇടപെടൽ ഒരു സമയത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. അതായത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യ വെടിനിർത്തൽ നടത്തിയത് എന്ന്. അതിന്റെ ഉപകാര സ്മരണയായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപിനെ നൊബേലിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ട്രംപും ഖലിസ്ഥാൻ തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം അടുത്തിടെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ അമിത സ്നേഹവും. നേരത്തെ പാക് സൈനിക മേധാവി അസിം മുനീർ ട്രംപിനെ വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കിയിരുന്നു. അപ്പോൾ തന്നെ സമാധാനത്തിനുള്ള നൊബേൽ നിർദ്ദേശിക്കണമെന്ന ആഹ്വാനവും വന്നിരുന്നു. ട്രംപ് അസിം മുനീറുമായി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ ആഹ്വാനം വന്നത്. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇപ്പോൾ ട്രംപിന് നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നിർദ്ദേശിച്ചെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ച് 2026 സമാധാന നൊബേൽ സമ്മാനം നൽകണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇതിനിടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടു എന്ന വാദവുമായി വീണ്ടും ട്രംപ് രംഗത്തെത്തി. എന്നാൽ ആ വാദത്തെ മോഡി മുനയൊടിച്ചു നിർത്തി. ഇതുകൊണ്ട് മാത്രം തനിക്ക് നൊബേൽ കിട്ടില്ലെന്നും, അതായത് നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ തനിക്ക് തൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം നൊബേൽ കിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അവർ എനിക്കത് തരില്ല, തരാനാണെങ്കിൽ ഇതിനകം തന്നെ 4-5 തവണ തനിക്ക് തരേണ്ടതാണ്, അതായത് നൊബേൽ 4-5 തവണ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അവർ ലിബറലുകൾക്ക് മാത്രമേ കൊടുക്കൂ. നൊബേൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ട്രംപിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എന്തായാലും ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ, അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് അമിതാവേശം കൊണ്ട് ഇന്ത്യയെ ചൊറിയാൻ വന്ന പാകിസ്ഥാനെ ഇന്ത്യ പൂട്ടിയത് നല്ല മണിച്ചിത്രത്തായിട്ടാണ്. സിന്ധു ജല കരാർ റദ്ദാക്കിയും പാകിസ്ഥാന്റെ സൈനിക ശക്തി കേന്ദ്രങ്ങളെല്ലാം ബലൂൺ ബോംബിൽ തകർത്ത് തരിപ്പണമാക്കി. ചുരുക്കി പറഞ്ഞ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ അങ്ങ് തീർത്തു എന്ന് പറയാം. പാകിസ്ഥാന്റെ നിലപാട് എപ്പോഴും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതാണ് പാക് തീവ്രവാദികളുടെ ശവസംസ്കാരങ്ങൾ പോലും നടത്തിയത് സർക്കാരിന്റെ ഒത്താശയോടെയായിരുന്നു. ഇതിന്റെ ഫോട്ടോ പുറത്തു വന്നതും വൈറലാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യയുടെ അടുത്ത് കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് ഒടുവിൽ ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത്. ഈ സംഘർഷം നിർത്താൻ ട്രംപ് കിണഞ്ഞു പരിശ്രമിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഒന്നുമല്ല, ട്രംപിന് എപ്പോഴും ആഭിമുഖ്യം തീവ്രവാദത്തോടാണ്. അതാണ് പാകിസ്ഥാനെ കൂടെ നിർത്തുന്നതും. പാകിസ്ഥാനും തങ്ങളെ സഹായിക്കാൻ അമേരിക്ക കൂടെ വേണം. അതുകൊണ്ടാണ് ട്രംപിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് റോണ്ടയും തമ്മിൽ കാലങ്ങളായി തുടരുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി പങ്കുവെക്കാൻ സാധിച്ചാൽ ഏറെ സന്തോഷമുണ്ടെന്നും റോണ്ടോയിലേക്കും കോങ്കോയിലേക്കും പ്രതിനിധികൾ തിങ്കളാഴ്ച വാഷിംഗ്ടണിലെത്തും. ലോകത്തിന് തന്നെ മഹത്തരമായ ദിനമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഇതുകൊണ്ട് മാത്രം തനിക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നില്ല. ഇന്ത്യ പാക് യുദ്ധം നിർത്തിയതിന് തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ലെന്നും, സെർബിയയും കൊസോവോയും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിനും അത് ലഭിക്കില്ല. ഈജിപ്തിനും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്തിയതിന് തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ല. എല്ലാം ഒത്തുവന്നാൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി മിഡിൽ ഈസ്റ്റിനെ ഏകീകരിക്കും. എന്നാലും ഞാൻ എന്ത് ചെയ്താലും തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് തന്നെ അറിയാം, അതായത് ട്രംപ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കണം. അപ്പോൾ തനിക്ക് നൊബേലിന് അർഹനല്ല എന്ന്, അതായത് താൻ നൊബേലിന് അർഹനല്ല എന്ന് ട്രംപിന് തന്നെ അറിയാം. എന്തായാലും ട്രംപിനെ ചേരുന്ന പേര് അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല, കിറുക്കൻ ട്രംപ് എന്ന് തന്നെയാണ്.